എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഭാവിയിലെ ലോകം എന്നതിനെക്കുറിച്ചാണ്. നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ട ഒരു പ്രസക്തിയായ വിഷയം തന്നെയാണിത്. കാരണം ഇനിയുള്ള കാലങ്ങൾ നമുക്കറിയാം, നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറമായിരിക്കും. നമ്മൾ പണ്ട് ജീവിച്ച പോലെയല്ല ഇപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നു വരുമെന്നും അതുപോലെ തന്നെ റോബോട്ടുകളുടെ വരവും റോബോട്ടിക്സും ഒന്നും വളർന്നു വരുമെന്നും. പണ്ടത്തെ കാലത്തെ ജീവിതം എന്ന് പറയുമ്പോൾ ഒരു ഗുഹകളിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ വലിയ വലിയ ഫാക്ടറികൾ അതുപോലെ തന്നെ ബിൽഡിങ്ങുകളൊക്കെ ആയി മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് നമ്മുടെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി വരാനിരിക്കുന്ന കാലങ്ങൾ എന്ന് പറയുമ്പോൾ ഡോക്ടറുടെ സഹായത്തോടെ റോബോട്ടുകൾ രോഗികളെ പരിശോധിക്കും. അതുപോലെ തന്നെ എല്ലാ വാഹനങ്ങളും ഡ്രൈവർ ഇല്ലാതെ ഓടും. അതുപോലെ തന്നെ നമ്മൾ മനുഷ്യർ ചന്ദ്രനിൽ താമസിക്കും. അതിനുശേഷം അവിടുന്ന് ചൊവ്വയിലേക്കുള്ള വഴി നമ്മൾ കണ്ടെത്തും. ഇങ്ങനെയുള്ള മാറ്റങ്ങളായിരിക്കും ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത്. ഇനി വരാനിരിക്കുന്ന കാലങ്ങളിൽ മരണമുണ്ടാകുമോ എന്ന് പോലും സംശയമാണ്. നമ്മൾ പണ്ടത്തെ കാലം ചിന്തിക്കുകയാണെങ്കിൽ ഒരു ചെറിയ മുറിവ് സംഭവിച്ചാലോ അതുപോലെ തന്നെ ഒരു ചെറിയ പനി സംഭവിച്ചാലോ വരെ മരണപ്പെടുന്ന ഒരു കാലമായിരുന്നു പണ്ടത്തെ കാലം എന്ന് പറയുമ്പോൾ. എന്നാൽ ഇപ്പോഴത്തെ കാലത്തിലോട്ട് വരികയാണെങ്കിലോ ഒരു ക്യാൻസർ വന്നാൽ പോലും അതുപോലെ തന്നെ മറ്റു വലിയ പല രോഗങ്ങൾ വന്നാൽ പോലും ഇപ്പോൾ നമുക്ക് ചിലവരെയെങ്കിലും രക്ഷിക്കാൻ കഴിയുന്നുണ്ട്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ വളർച്ച നമുക്ക് മനുഷ്യൻ്റെ മരണനിരക്ക് വളരെയധികം കുറയ്ക്കാനും ഇത് കാരണമായി തീരുന്നു. ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ മരണം ഇല്ലാതാകുമോ എന്ന് വരെ ഇപ്പോൾ സംശയമാണ്. അങ്ങനെയായിരിക്കും നമ്മുടെ സാങ്കേതിക വിദ്യയും ശാസ്ത്രവും വളർന്നു പന്തലിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ വിദ്യാഭ്യാസത്തിലോട്ട് എടുക്കുകയാണെങ്കിലും നമ്മുടെ ശാസ്ത്രത്തിൻ്റെ സ്വാധീനം അവിടെയും കാണാൻ കഴിയും. ഭാവിയിൽ റോബോട്ടുകൾ കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യവും അതുപോലെ തന്നെ റോബോട്ടുകൾ കുട്ടികളുടെ സംശയം വ്യക്തമായും മനസ്സിലാക്കുന്ന തരത്തിലും ആയി മാറുമെന്നതിലൊരു സംശയവും ഉണ്ടാവുകയില്ല. റോബോട്ടുകൾ ഈ ശാസ്ത്രത്തിൻ്റെ വികസനത്തിലൂടെ പല ജോലികളും ഇല്ലാതായിട്ടുണ്ടെങ്കിലും അതിലേറെ ജോലികൾ ഉണ്ടായി എന്നതാണ് ഇതിലേറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ പഴയ ജോലികളൊക്കെ ഒന്ന് പുതിയ അപ്ഡേറ്റ് ആക്കി എടുക്കുകയാണ് ശാസ്ത്രം ചെയ്തത്. അത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ വളരെയധികം നല്ലത് തന്നെയാണ്. കാരണം പണ്ടത്തെ കാലത്തെ ജോലികൾ എന്ന് പറയുമ്പോൾ കണക്ക് കൂട്ടാനും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാനും ഒക്കെ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി തന്നെ പെട്ടെന്ന് കണക്ക് കൂട്ടാനും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാനും ഒക്കെ വളരെയധികം ഉപകാരപ്രദമായി. അതുമാത്രമല്ല, ഇപ്പോഴത്തെ കാലം നമുക്കറിയാം, നമ്മൾ ആർട്ടിഫിഷ്യൽ എഐയോട് ഇങ്ങനെയൊരു പാട്ട് എഴുതി തരൂ എന്ന് പറഞ്ഞാൽ നല്ല ഈണത്തോടെയും നല്ല അർത്ഥമുള്ള വരികളുമായി നമുക്ക് ഒരു കവിത എഴുതി തരും. അങ്ങനെ ഇനി വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമുക്ക് കവിത എഴുതാനും അതുപോലെ തന്നെ ചിത്രം വരയ്ക്കാനും കഥകൾ രചിക്കാനും ഒക്കെ നമുക്ക് എഐനെ സ്വാധീനിക്കാൻ കഴിയും. ഇനി വരാനിരിക്കുന്ന കാലം എന്ന് പറയുമ്പോൾ നമ്മൾ ചന്ദ്രനിലായിരിക്കും താമസിക്കാൻ പോകുന്നത്. പിന്നീട് അവിടെ നിന്ന് ചൊവ്വയിലേക്കും അങ്ങനെ നമ്മൾ വികസിച്ച് പോവുക തന്നെ ചെയ്യും. ഉദാഹരണം നമ്മൾ തന്നെ അനുഭവിച്ചു തന്നെയാണല്ലോ. പണ്ടത്തെ പച്ചയായി മൃഗങ്ങളെ കഴിച്ചിരുന്ന കാലങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അന്ന് ഇലക്ട്രിസിറ്റി ഒരു ടയർ കണ്ടുപിടുത്തമായിരുന്നു നമ്മുടെ ശാസ്ത്രത്തിൻ്റെ ആദ്യത്തെ കണ്ടുപിടുത്തം എന്ന് പറയുന്നത്. പിന്നീട് അത് ഇലക്ട്രിസിറ്റിയായി, പിന്നീട് അത് ഇൻ്റർനെറ്റായി, അങ്ങനെ ടെലിവിഷനായി, പിന്നീട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയി, പിന്നീട് എന്താകുമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല. അപ്പോൾ ഭാവിയുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ തന്നെ ചിന്തിക്കാവുന്നത് തന്നെയാണ്. മരണനിരക്ക് കുറയുന്ന ഒരു കാലം, ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന ഒരു കാലം,
കുട്ടികളെ റോബോട്ടുകൾ പഠിപ്പിക്കുന്ന കാലം, അതുപോലെ തന്നെ രോഗികളെ റോബോട്ടുകൾ പരിചരിക്കുന്ന കാലം. ഇങ്ങനെയായിരിക്കും നമ്മുടെ ഭാവി ലോകം എന്ന് പറയുമ്പോൾ. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി.